നമുക്കിന്നൊരു അടിപൊളി പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഫസ്റ്റിലെ തന്നെ വേണ്ടുന്നത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ്, അതിലേക്ക് ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, സോൾട്ട് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഒരു ഹാഫ് അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാട്ടോ. നമുക്ക് ഈ ഓയിൽ തന്നെ ബാക്കിയുള്ള കുക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 10 to 15 ഷാലറ്റ്സും ഒരു ഹാഫ് ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസും കുറച്ച് തേങ്ങാപ്പാലും. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആട്ടോ. ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ആയിട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ട് നമുക്ക് ഗാർണിഷും ചെയ്യാം. ഞാനിവിടെ കോമ്പിനേഷനായിട്ട് എടുത്തേക്കുന്ന ഇടിയപ്പമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾക്കിത് അപ്പം, ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.